മോനെ മനുവേ 2024 ഡിസംബർ 31 രാത്രി 10 മണി. എന്നതാ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇവിടെ കുറെ ട്രോഫികളൊക്കെ കാണുന്നല്ലോ, ഇതിനാ സംഭവം? കാണാൻ വേണ്ടി നമ്മുടെ ബ്രില്യൻ ഫാമിലി കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണല്ലേ. നമ്മുടെ എന്താ പറയാ, ഓരോ സെലിബ്രേഷൻസ് ജയില് ടോപ്പേഴ്സ് ഒക്കെ വന്ന് ഇറങ്ങിയതൊക്കെ എ ബ്ലോക്ക് ഡി ബ്ലോക്ക് ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാനൊന്ന് പനി പിടിച്ച് കിടപ്പായിരുന്നു. എനിക്ക് അതിന് മിസ് ചെയ്ത് പോയി. ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഫാനാണ്. ഞങ്ങൾ ക്ലോസ് അപ്പ് എന്നാ വിളിക്കുന്നത്. ബ്രില്യന്റ് പഠിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിലുണ്ടായ ആദ്യത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ അതും ഏറ്റവും വലിയ മാറ്റം. കഴിഞ്ഞ സമയത്ത് ഇവർ ആലപ്പുഴയിൽ പോയ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഞാനത് ബ്രില്യന്റിന്റെ ഹോസ്റ്റലിൽ നിന്നാണ് കാണുന്നത്. അവര് ഇന്ന് അവരുടെ എന്താ പറയുക ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാഴ്ച. ന്യൂ ഇയർ ആണ്, പുതിയ തീരുമാനങ്ങളാണ്, പുതിയ പ്രതീക്ഷകളാണ്. മോനെ മനുവേ 2024 ഈ വർഷമെങ്കിലും എന്തെങ്കിലും ചേഞ്ച് വേണം, മോട്ടിവേഷൻ വേണം. എന്നാ ചെയ്യും? ടൈം ടേബിൾ നോക്കാം. ക്ലാസ് ഇല്ലേ? രാവിലെ നെഗറ്റീവ് ആണല്ലോ. ഓടാൻ പോയാലോ? അല്ല, വേണ്ട, ശരിയായില്ല. 2 പഠിക്കും. 1 2 3. ഈ പണി നമ്മളെ കൊണ്ട് പറ്റൂല. മ്യൂസിക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? നിലൈ പെയരാത് സിലൈ പോലവേ. വേണ്ട. ഇനിയിപ്പോ ആരോ വിളിക്കുന്നുണ്ട്, ദുരന്തമൊന്നും ആകാതിരുന്നാൽ മതിയായിരുന്നു. പോസിറ്റീവ് എന്തെങ്കിലും ആയിരിക്കും. ഹലോ ഹലോ മനു സാർ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ മച്ചാനെ. ന്യൂ ഇയർ ആയിട്ട് ക്ലാസ് ഒന്നുമില്ലേ? എൻ്റെ മോനെ, ന്യൂ ഇയർ ആയിട്ട് ക്ലാസ്സിൽ കയറി പിള്ളേർക്ക് ഇത്തിരി പോസിറ്റീവ് എനർജി ഒക്കെ കൊടുത്ത് സ്വയം പോസിറ്റീവ് ആകാൻ അങ്ങനെ വിചാരിച്ചിരുന്നപ്പോൾ എനിക്ക് ക്ലാസ് ഇട്ടിട്ടില്ല. നീ എന്നാ പരിപാടി? ദേ, ഞാൻ രാവിലെ തന്നെ ലൈവിലാ. 1-ാം തീയതി ആയിട്ട് പിള്ളേരൊക്കെ പോസിറ്റീവ് എന്ന് വെച്ചാട്ടല്ലോ, വൈബോട് വൈബ്. തളരരുത് മനസ്സാർ, തളരരുത്. സാറിന് കുറച്ച് പോസിറ്റീവ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ലൈവിൻ്റെ കുറച്ച് ലേറ്റസ്റ്റ് കമൻറ്റ്സ് ഞാൻ വായിക്കാവേ. ആദ്യമായി ആതിര പൊന്നു പറയുന്നു, സാർ മാസ് ക്ലാസ്. അശ്വതി അച്ചു പറയുന്നു, ഫ്രഷ് നെയിമാണ്. സാർ ലൈവ് കിടുക്കി, തിമിർത്തു, കലക്കി. അച്ചു പോപ്സിൻസ് പറയുന്നു, സാർ തലയല്ല തലൈവർ, തലയല്ല തലൈവർ, വേറെ ലെവൽ ക്ലാസ്. സാർ ചുമ്മാ തീ, സാറാണ് സാറേ സാർ. സാർ ഒരു സാറായിരുന്നാലും സാറൻ മോഹവല്ലൻ. തമിഴ് പ്രസംഗ നോൺ കേരളൈറ്റ് ബാച്ച്. ഇത് കൂടാതെ സൂപ്പർ ക്ലാസ്, പവർ ക്ലാസ്, നമ്പർ 1 ക്ലാസ്, കിടുക്കാച്ചി ക്ലാസ്, പോളി ക്ലാസ്. ഒന്നും മനസ്സിലായില്ല? എല്ലാം മനസ്സിലായി സർ. ഇത് കൂടാതെ ഒട്ടനവധി ഹൃദയങ്ങളും പൂച്ചെണ്ടുകളും കയ്യടികളും വന്നിരിക്കുന്നു. ഇതൊന്നും പോരാത്തതിന് അവസാനമായിട്ട് കമൻറ്റുമുണ്ട്, തല ഉയരും. കമൻ്റ് എന്ന് വെച്ചാൽ കമൻറ്റോട് കമൻറ്റ്, കമൻറ്റോ കമൻറ്റ്. മതി, നിർത്ത്.
രാവിലെ വിളിച്ച് ബാക്കിയുള്ള എൻ്റെ പോസിറ്റിവിറ്റിയുടെ ക്ലൈനായിട്ട് നീ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ ഇപ്പോൾ പോസിറ്റീവ് ആക്കുന്നു. നീ വെറും തലയല്ലടേ, നീ പറയാ പോടാ. അപ്പൊ നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ. മൂടുപോയി കഷ്ടപ്പെട്ടൊന്ന് മോട്ടിവേറ്റഡ് ആകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ലാവൻ്റെ കോള്. ഇതാരടുത്തത്? ഹലോ ഹലോ മണി സാർ, ഹാപ്പി ന്യൂ ഇയർ. നീ ലൈവിലൊന്നും അല്ലല്ലോ? അല്ല സാർ, ഇത് ഞാൻ നമ്മുടെ ബ്രില്യന്റിന് മുന്നില. എന്നാ സൗണ്ട് ഒന്ന് ശകലം കുറച്ചേ. ഇവന് ചെറുപ്പത്തിൽ വല്ല ആംപ്ലിഫയർ കലക്കി കൊടുത്ത് ക്ലാസ് എടുക്കുവാണെന്ന് പറയാൻ വിളിച്ചതായിരിക്കും. അല്ല, ക്ലാസ്സേ ഇല്ല എന്ന് പറയാൻ വിളിച്ചതാ. സമാധാനമായി. പറമോനെ, നമ്മൾ രണ്ടുപേരും തുല്യതുക്കുക. എന്നൻപനെ പോലെ രാവിലെ തന്നെ ന്യൂ ഇയർ ആയിട്ട് വെറുപ്പിക്കാൻ നിൽക്കല്ലേ. ഞാനേ ഒരു സംഭവം പറയാൻ വിളിച്ചതാ. എൻ്റെ പൊന്നു മോനെ, ദുരന്തം വല്ലതും ആണെങ്കിൽ പറയല്ലേ. ഇപ്പം എൽദോസ് വിളിച്ചുള്ള മൂടും കൂടെ കളഞ്ഞേച്ചിരിക്കുക. ഇനി ഒരു ദുരന്തം കേൾക്കാനുള്ള ത്രാണി എനിക്കില്ല. നിങ്ങൾക്ക് തെറ്റി മിസ്റ്റർ. ഞാനേ ഇന്നലെ നടന്നൊരു ഫ്ലാഷ് ബാക്ക് പറയാൻ വിളിച്ചതാ. ഫ്ലാഷ് ബാക്കോ? എന്ത്? ഇന്നലെ രാത്രി 10 മണി, അതായത് ഡിസംബർ 31 രാത്രി 10 മണി, ഞാൻ ശരിക്കും ഒരു ന്യൂ ഇയർ വൈബൊക്കെ പിടിച്ച് പോയതാ. എങ്ങോട്ട്? ആലപ്പുഴ ബീച്ചിൽ. എന്നിട്ട് ഞാനിങ്ങനെ ഏകാന്തതയുടെ മറവിൽ ഓരോ തിരകൾ എണ്ണി ഇരിക്കുമ്പോൾ എൻ്റെ പുറകിൽ നിന്ന് ആരോ വരുന്നതായി തോന്നൽ. എന്നോട് സാറേ, അത് ഞാൻ ചുമച്ചതാ. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചുമക്കുന്നത്. നീ ബാക്കി പറ. സാറ് ബ്രില്യൻ്റിലെ അല്ലേ? അതെ. അത് നീ പഠിപ്പിച്ച വല്ല പിള്ളേർ നിന്നെ തപ്പിയെടുത്ത് തല്ലാൻ വന്നതായിരിക്കും. അതെ. ഏയ് അല്ല, തല്ലാനൊന്നും വന്നൊന്നുമല്ല. പിന്നെ ആരാളെ വന്നത്? ഒന്ന് പറയുടെ സ്പീഡിൽ ടെൻഷൻ അടിപ്പിക്കാതെ. അത് വേറെ ആരുമല്ലെന്ന്. അത് നമ്മുടെ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് എന്നെ പോലെ തന്നെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. ആ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പിള്ളേരാണ്. അവർ ആ ബീച്ച് വൈബൊക്കെ അങ്ങോട്ട് സെറ്റാക്കാനായിട്ട് വന്നതാ. ഓഹോ, ഇതിനാണോ നീ ഇതിന് മാത്രം വലിച്ചു നീട്ടി ബിൽഡപ്പ് ഇട്ടത്? പറയുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു പഞ്ചൊക്കെ വേണ്ടേ? അതല്ലേ അതിന്റെ ഒരു ലൈൻ. പക്ഷേ പഞ്ച് കഴിഞ്ഞിട്ടില്ലാട്ടാ. കഴിഞ്ഞില്ലേ? ഇനിയാണ് പഞ്ച്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പിള്ളേരെ എന്നെ നോക്കി ഒരു ഒറ്റ ഡയലോഗ്. എന്നതാ? ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പിള്ളേരും ഞാനൊരു തംസം പഠിച്ച സ്കൂട്ടായി. റോഷ, ന്യൂ ഇയർ ആയിട്ട് രാവിലെ ക്ലാസ് ഇല്ലല്ലോ എന്നോർത്ത് നെഗറ്റീവ് അടിച്ച് ഡസ് പഠിച്ചിരുന്നപ്പോഴാണ് നീ വിളിച്ചത്. നീ മുത്താ മോനെ, ഇത് കലക്കി. കേരളത്തിലെ എത്ര മെഡിക്കൽ കോളേജുള്ളത്? ഈ കോളേജുകളിലെല്ലാം നമ്മുടെ പിള്ളേരുള്ളത്. ഇതിനേക്കാൾ വലിയ എന്നാ മോട്ടിവേഷൻ നമുക്ക് വേണ്ടത്? അപ്പൊ എങ്ങനെയാ മനസ്സാറേ, നമ്മൾ പോവല്ലേ പുന്നമടക്കായാലും കുട്ടനാടും ഒക്കെ ഉള്ള നമ്മുടെ ആലപ്പുഴയിലേക്ക്, നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പിള്ളേരെ കാണാൻ? അതെന്നാ ചോദ്യം അടവേ? എപ്പ പോയെന്ന് ചോദിച്ചോണ്ടാ പോരെ? നമ്മുടെ ടോമിൻ സാർ, പ്രദീപ് സാർ, സജിത് സാർ സെറ്റ്. നമ്മുടെ സോഷ്യൽ മീഡിയ ടീം റെഡിയല്ലേ? സെറ്റ്. നമ്മുടെ പെൺകരുത്തുകൾ സെറ്റ്. അപ്പൊ നമ്മുടെ മയിൽ വാഹനം സെറ്റ്. അല്ല, അപ്പൊ മനസ്സാർ വരുന്നില്ലേ? ഞാൻ എപ്പോഴേ വന്ന്. ഞാനും അല്ല, താൻ രാവിലെ ഏതാണ്ട് ലൈവിൽ ഏതാണ്ട് ബിൽഡപ്പ് ഒക്കെ ഇട്ടിട്ട് അതൊരു 2-3 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യാം. ക്യാമറാമാൻ അമൽ റെഡിയല്ലേ? റെഡി. പ്രവീൺ ചേട്ടാ, ആൻഡോ, ബെനറ്റ് റെഡിയല്ലേ? സെറ്റ്. എന്നാ മനസ്സാറേ, നമുക്ക് ആ ഇൻട്രോ അങ്ങ് പറഞ്ഞു തുടങ്ങാം അല്ലേ? ഓക്കെ. 2023 MBBS എന്ന സ്വപ്നവുമായി ബ്രില്യൻ സ്റ്റഡി സെന്ററിലേക്ക് വന്ന വിദ്യാർത്ഥികൾ ഇന്നിപ്പോ ഈ കവാടം കടന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ നേടിയിരിക്കുകയാണ്. ഒരുപാട് മെഡിക്കൽ കോളേജിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളാണ് ടീം ബ്രില്യന്റിനെ ക്ഷണിച്ചിരിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യയിലെ ഏത് മെഡിക്കൽ കോളേജ് എന്നാലും അവിടെ പഠിക്കുന്ന 90% മലയാളി വിദ്യാർത്ഥികളും പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലുള്ളവരാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ MBBS വിദ്യാർത്ഥികളിൽ 80%-ലധികവും പാലാ ബ്രില്യന്റിൽ പരിശീലനം നേടിയവരാണ്. അതായത് 175 സീറ്റുകളിൽ 140-ലധികവും ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. അവിടുത്തെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ബ്രില്യൻ ഫാമിലിയെ ഒന്നടങ്കം ക്ഷണിച്ചിരിക്കുകയാണ്.
2024. ഇത് നമ്മുടെ പുതിയ വർഷമാണ്. ഈ പുതിയ വർഷത്തിനായി നമുക്ക് തുടക്കം കുറിച്ചത് ബ്രില്യൻ്റ് ആണ്. ബ്രില്യൻ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു സെക്കൻഡ് ഫാമിലി പോലെയാണ്. അവിടുന്ന് പ്രൊഫസേഴ്സും ടീച്ചേഴ്സും എല്ലാവരും ഞങ്ങളുടെ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വരുവാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്വപ്നം ഉണ്ടായിരുന്നു MBBS. അതിന് നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ പേരൻസ്, ഇത്രയും കാലം പഠിപ്പിച്ച നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മളൊരു 1 വർഷക്കാലം മാറ്റിവെച്ചു. ആ 1 വർഷക്കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ബ്രില്യൻ്റ് ആണ്, എല്ലാ സപ്പോർട്ടും തന്ന്. ആ ബ്രില്യൻ്റ് ഫാമിലിനെയാണ് നമ്മൾ ഇന്നിവിടെ ക്ഷണിച്ചിരിക്കുന്നത്. നമ്മൾ ഇത്രയും പേരല്ലോ ഉള്ളത്. നമ്മൾ 175 പേരിൽ 140 പേരും ബ്രില്യൻറ്റിലെ കുട്ടികളാണ്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളവരെയും കൂടെ വിളിച്ചാലോ? നമ്മുടെ TDMCയിലെ 126 ബാച്ചിനെ. ഓക്കെ, വിളിക്കാം. വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ കാണാൻ വരാറുണ്ട്. അതേപോലെ നമ്മുടെ ബ്രില്യൻ ഫാമിലി ഇന്ന് നമ്മളെ കാണാൻ വന്നിരിക്കുകയാണ്. നമ്മളിവിടെ 175 സീറ്റ് നമുക്കുള്ളത്. അതിനകത്ത് 140-ലധികം പിള്ളേരും നമ്മുടെ ബ്രില്യൻ ഫാമിലി. നമ്മുടെ TDMCന്റെ പവർ നിങ്ങൾ കാണും. നമ്മൾ ബ്രില്യൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെന്ററിൽ പഠിച്ച പിള്ളേര് സക്സസ് ആയി എന്നുള്ളതൊന്ന് കാണുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം അവിടുന്ന് പോകുന്നതാണ്. പക്ഷെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട്, വെറുതെ അല്ല, ഇമോഷണലി ഞെട്ടിച്ചുകൊണ്ട്. നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. നമുക്ക് അവരോടുള്ള സ്നേഹമാണ്, നമ്മളോടുള്ള സ്നേഹമാണ്. ഇത് ഒന്നുകൂടെ കാണിക്കാം പിള്ളേരെ. എങ്ങനെയുണ്ടോ ആലപ്പുഴ മെഡിക്കൽ കോളേജ്? അങ്ങനെയാണെങ്കിൽ വേറെ ചോദ്യം, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബ്രില്യൻ പാല? ഈ വർഷം നമ്മുടെ MBBS-ന് എത്ര സീറ്റാ ഉള്ളത് ഫസ്റ്റ് ഇയറിൽ? അതിൽ നമ്മുടെ പിള്ളേര്, നമ്മുടെ ബ്രില്യന്റിലെ പിള്ളേര് എത്ര പേരുണ്ട്? നമ്മളെങ്ങനെയാ? നമ്മുടെ ബ്രില്യൻ്റിൽ പഠിച്ച് MBBS-ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ പിള്ളേരെ കാണാൻ നമ്മൾ ഇവിടെ വന്നാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കുട്ടികൾ പറയുന്നു, ഗവൺമെന്റ് TDMC എന്ന് പറയപ്പെടുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസ് അടിപൊളിയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഈ പിള്ളേരുടെ കൂട്ടത്തിൽ ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഒന്ന് കണ്ടാലോ? അപ്പോൾ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് എന്നൊക്കെ നമ്മൾ കേട്ട ഈ കോളേജിന്റെ ശരിക്കും പേരെങ്ങനെ? ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ്. ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ തിരുമല ദേവസ്വം മെഡിക്കൽ കോളേജ്. അതാണ് നിങ്ങളുടെ കോളേജിന്റെ ആക്ച്വൽ നെയിം അല്ലേ? അപ്പൊ ഈ പുറകിൽ കാണുന്നതാണ് നിങ്ങളുടെ ക്യാമ്പസ്. എങ്ങനെയുണ്ട് കോളേജ് ലൈഫ്? അടിപൊളിയാണ് അല്ലെ? ആലപ്പുഴ മെഡിക്കൽ കോളേജ് അടിപൊളിയാണ്, പവറാണ്. എന്തൊക്കെയാണ് കോളേജിന്റെ ക്യാമ്പസിന്റെ സ്പെഷ്യാലിറ്റി? പ്രത്യേകിച്ച് എന്ന് പറയാൻ ഇവിടെ ചങ്ങാതിവട്ടം ഉണ്ട്. ചങ്ങാതിവട്ടം, പിന്നെ പഞ്ചാരവട്ടം. അത് നമ്മൾ ഉദ്ദേശിച്ച പഞ്ചാരവട്ടം തന്നെയാണോ? അപ്പൊ നമ്മളിങ്ങനെ ചരിത്രം ഉറങ്ങുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജ് വരാന്തയിലൂടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ പഠിച്ച കുട്ടികളുടെ കൂടുതൽ നടന്നു പോവാണ്. അപ്പൊ നമ്മൾ പറ, ഇനിയിപ്പോ ഈ വരാന്തയിൽ കാണുന്നത് എന്തൊക്കെയാണ്? ഇത് ഫിസിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫിസിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഫസ്റ്റ് ഇയറിൽ മെയിൻലി പഠിക്കാനുള്ളത് ഫിസിയോളജി, ബയോകെമിസ്ട്രി, അനാട്ടമി. 3 ഡിപ്പാർട്ട്മെന്റുകളാണ് നിങ്ങൾക്കുള്ളത്. ആ ഡിപ്പാർട്ട്മെന്റുകളിൽ ഫിസിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ കാണുന്നത്. ബാക്കി 2 ഡിപ്പാർട്ട്മെന്റുകൾ ബയോകെമിസ്ട്രി എന്നെപ്പുറത്തുണ്ട്. പിന്നെ ഫിസിയോളജി പറ്റി പറയുവാണെങ്കിൽ ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് ആണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റും അത്യാവശ്യം വലുത് തന്നെയാണ്. മനസ്സിലായി? ബാക്കി ഡിപ്പാർട്ട്മെന്റ് പറയുവാണെങ്കിൽ ഫാക്കൽറ്റീസിനെ പറ്റി പറയുവാണെങ്കിൽ അടിപൊളിയാണ്, നല്ലോണം. അപ്പം അക്കാഡമിക്സ് ഒക്കെ ആണെങ്കിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് അടിപൊളിയാണ്, നല്ലോണം പഠിപ്പിക്കും. അവർക്കൊരു ഡെഡിക്കേഷൻ ഉണ്ട്. ചെറിയ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റുകളുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ നമ്മളിപ്പോ വന്നപ്പോഴത്തേനും ഇവിടെ കുറച്ചൊരു ഷട്ടിൽ കളിക്കുന്നുണ്ട്, വോളിബോൾ കളിക്കുന്നുണ്ട്, അതൊക്കെ പറഞ്ഞു. അപ്പൊ
നിങ്ങൾക്ക് ഇത് കൂടാതെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തൊക്കെ സംഗതികൾ ഇവിടെ ഉള്ളത്? അതിന്റെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ച് അതിവിടെ പറയാം. മെയിനാണ്. ഓക്കെ, വോളിബോള്, ബാസ്കറ്റ്ബോള്, ഷട്ടില്, ഫുട്ബോള്, ക്രിക്കറ്റ് എല്ലാം ഉണ്ട്. ഉണ്ട്. അപ്പൊ ഇല്ലാത്തൊന്നുമില്ല. സ്പോർട്സ് എന്ന് പറയുന്നത് ഹൈലൈറ്റിംഗ് ആണ് ഇവിടെ. അതെ. അത് കൂടാതെ ആർട്സ് ഉണ്ട്. ആർട്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സ്പോർട്സ് കൗൺസിൽ ആ സംഗതികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ. കാണാൻ പിന്നെ അത് കൂടാതെ നിങ്ങൾ പറഞ്ഞ വേറെ ഒന്നും കാര്യങ്ങളുണ്ടായിരുന്നല്ലോ, ചങ്ങാതിക്കൂട്ടം, പഞ്ചാരവട്ടം, ചെങ്ങാതിവട്ടം എല്ലാം ഉണ്ട്. എല്ലാം കാണിച്ചു തരാം. ഇതുപോലൊരു മെഡിക്കൽ കോളേജ് വരാന്തയിലൂടെ ഇത്ര ഫ്രീ ആയിട്ട് നടക്കണമെങ്കിൽ നമ്മൾ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് മാത്രമേ സാധിക്കുള്ളൂ. കാരണം ഈ കോളേജിലെ ഭൂരിഭാഗം കുട്ടികളും നമ്മൾ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലായിൽ പഠിച്ചവരാണ്. ഇതാണ് ഇവർ ഈ പറയുന്ന പോർട്ടിക്കോ എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ കുറെ ട്രോഫികളൊക്കെ കാണുന്നുണ്ടല്ലോ, ഇതിനാ സംഭവം? അതിപ്പോ സാധാരണ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഫുൾ ടൈം പഠിത്തം, അങ്ങനെ വിചാരിക്കും. ഞങ്ങളും അങ്ങനെ വിചാരിക്കുന്നേ. അങ്ങനല്ല, എന്താ പഠിത്തത്തിനോടൊപ്പം സ്പോർട്സ് ഉണ്ട്, ആർട്സ് ഉണ്ട്. സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞ TD മെഡിക്കൽ കോളേജിന്റെ മെയിൻ സംഭവമാണ്. ഓ, അപ്പൊ ആലപ്പുഴ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, സ്പോർട്സിലും ആർട്സിലും ഒക്കെ അടിപൊളിയാണ്. അതിന്റെ തെളിവുകളാണ് ഈ കാണുന്നതൊക്കെ അല്ലേ? ഓക്കെ, ശരി. അപ്പൊ ഇതൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് കിട്ടിയ ട്രോഫികളൊക്കെയാണ്. പിന്നെ അങ്ങോട്ടേക്ക് നോക്കിയാൽ അത് സെൻട്രൽ ലൈബ്രറി, അതാണ് നിങ്ങളുടെ സെൻട്രൽ ലൈബ്രറി എന്ന് പറയുന്നത്. ഒരു കോളേജ് ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ആ ക്യാമ്പസിന്റെ സ്പന്ദനങ്ങളുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പൊ നിങ്ങളുടെ TDMCയിൽ അങ്ങനെ ഒരു ക്യാമ്പസ് വൈബുള്ള പ്ലേസ് ഏതാ? ചങ്ങാതിവട്ടം. ചങ്ങാതിവട്ടം. ചങ്ങാതിവട്ടം മാത്രമല്ല, പഞ്ചാരവട്ടം ഉണ്ട്. നിങ്ങൾ തർക്കിക്കണ്ട. അപ്പൊ നമുക്ക് രണ്ടും, ഇവർക്ക് ചങ്ങാതിവട്ടവും പഞ്ചാരവട്ടവുമാണ് നിങ്ങളുടെ ക്യാമ്പസിന്റെ വൈബുള്ള സ്ഥലങ്ങൾ. അപ്പൊ ആ സ്ഥലങ്ങൾ നമ്മളെ ഒന്ന് കാണിച്ചു തരാമോ? അപ്പൊ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ചങ്ങാതിവട്ടം കാണിക്കാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വന്നാണ്. ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ചങ്ങാതിവട്ടത്തിൽ വന്നപ്പോ ഇവരെല്ലാരും ചങ്ങാതികളായി, ചങ്ങാതിവട്ടത്തിന്റെ വൈബിലായി. പഞ്ചാരവട്ടം ഉണ്ട്. അപ്പൊ ഇനി പഞ്ചാരവട്ടത്തിലേക്ക്. അപ്പൊ ഇതാണ് നിങ്ങളുടെ പഞ്ചാരവട്ടം. 4 മണിയൊക്കെ ആകുമ്പോഴത്തേന് നിങ്ങൾ ഇവിടെ ഇരുന്നാണ് അത്യാവശ്യം സൊള്ളുന്നത്. ശരിയാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പഞ്ചാരവട്ടത്തിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഇവിടെ ഇരുന്ന് പഞ്ചാര ഇടിക്കും. ചിരിയിലലിയാം നിലാവ് പോലെ, ഉയിരിലലിയാം കിനാവ് പോലെ, മണിമുത്തങ്ങൾ നെഞ്ചോരമേകുന്ന താരങ്ങളായി വാനിൽ, പല ജന്മങ്ങളൊന്നായി മാറുന്ന നേരങ്ങളായി സദാ അവൾ വരും ശലഭമായി എന്നോരമായി വെയിൽ ഇളം പുതുദിനം വിലോലമായി. ഗുഡ് ഈവനിങ് TDMC. സോ നമ്മളെ കാണാൻ വേണ്ടി നമ്മുടെ ബ്രില്യൻ ഫാമിലി കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണല്ലേ. സോ നമുക്കറിയാം, നമ്മളിപ്പോൾ ഓരോരുത്തരും ഇവിടെ നിൽക്കാൻ കാരണം ബ്രില്യൻറ്റ്. ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ നിൽക്കാൻ കാരണം ബ്രില്യൻ്റ് ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഈവനിങ്. ആൻഡ് ആര്യ, എല്ലാവരും റെഡി അല്ലേ? വൈബല്ലേ? നല്ലൊരു കൈയ്യടി കൊടുത്തേ അവർക്ക്. TDMCയുടെ മണ്ണിലേക്ക് തീർച്ചയായും ബ്രില്യൻ ടീം ഇത് ആദ്യമായിട്ടല്ല. പക്ഷേ
126 ബാച്ച്, അതായത് നമ്മുടെ 2023 ബാച്ചിന്റെ ഇടയിലേക്ക് ആദ്യമായിട്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് അവരോട് ചോദിച്ചറിയണ്ടേ എങ്ങനെയാണ് അവർക്ക് തോന്നുന്നത് നമ്മളുടെ ബാച്ചിനെ പറ്റി. ഓക്കെ, നമുക്കപ്പോ റോഷൻ സാറിനോട് ചോദിക്കാം അല്ലേ? ഓക്കെ സാർ, ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ പറ്റി എങ്ങനെ ഫീൽ ചെയ്യുന്നു സാറിന് ഇപ്പം? എല്ലാവർക്കും ഹായ്. അപ്പം TDMCനെ പറ്റി എന്താണ് ഫീൽ ചെയ്തതെന്നാണ് ചോദിച്ചത്. അപ്പം ആദ്യം തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു, ഇതൊരു ഡിഗ്രി കോളേജ് അല്ലല്ലോ, മീൻസ് മെഡിക്കൽ അല്ലേ, സാധാരണ BSc ഫിസിക്സ് BSc കെമിസ്ട്രി അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു കോളേജ് അല്ലല്ലോ, അപ്പോൾ ഒരു വൈബൊന്നും അത്ര കാണത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിനെല്ലാം അപ്പുറം ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ നല്ല കിടിലം പിള്ളേര്, അതായത് ഇത്രയും വൈബ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മുടേതായിട്ടുള്ള ആ പഴയ 2015 2019 കാലഘട്ടം, നിങ്ങളെപ്പോലെ തന്നെ ഞാനും പണ്ടൊരു ബ്രില്യൻറ്റിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ 2014 ബാച്ചിൽ ബ്രില്യൻറ്റിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അതിനുശേഷം എൻ്റെ ഇഷ്ടം ടീച്ചിങ് ആയതുകൊണ്ട് നേരെ നമ്മൾ എന്ത് ചെയ്തു, ബ്രില്യൻറ്റിലേക്ക് വന്നു. അവിടെ ഇപ്പോൾ 2 വർഷമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ ആണെങ്കിലും പല കോളേജസിലാണെങ്കിലും പോയിട്ടുണ്ട്, മെഡിക്കൽ കോളേജസിലാണെങ്കിലും പോയിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ അപ്പുറത്താണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. എല്ലാ പിള്ളേരും അടിപൊളി. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മള് ബ്രില്യന്റിൽ നിന്ന് നമ്മളിവിടെ TDMCയിൽ എത്തിയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ പേഴ്സണലി പറയുവാണെങ്കിൽ എനിക്ക് അവിടുത്തെ ക്യാൻറ്റീനിലെ ഫുഡ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ പപ്സ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ബിരിയാണി മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ്സായ സംഭവങ്ങൾ എന്തൊക്കെയാന്ന് ചോദിക്കാം. ആദ്യം തന്നെ ഞാൻ ഗീതികയോട് ചോദിക്കാം. ഗീതിക പറഞ്ഞോ. എനിക്ക് എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ലെക്ചേഴ്സ് ഹാളിൽ കയറി ഇറങ്ങുന്നത് അങ്ങനെയാണ്. ഞാനും പ്രദീപ് സാറൊക്കെ കമ്പനിയാണ്. ഞാൻ അവിടെ കയറും, സാറിനെ കാണും, സാറിൻ്റെ അടുത്ത് കുറെ ക്വസ്റ്റ്യൻ ചോദിക്കും, പിന്നെ വേറെ ടോപ്പിക്കൊക്കെ ആയിരിക്കും, പിന്നെ തിരിച്ചു വരും. അങ്ങനെയാണ് എന്താ പറയുക, സ്ഥിരം അതായിരുന്നു പണി. എനിക്ക് വേറെ ഫ്രീ ടൈമിൽ ഇങ്ങനെ പോയി എന്നെ ഏറ്റവും കൂടുതൽ ഗൈഡ് ചെയ്ത 2 പേരാണ് ഈ നിൽക്കുന്നത്. എന്താ പറയുക, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ലൈക്ക് പഠിത്തം റിലേറ്റഡ് പിന്നെ സ്ട്രെസ് ഉണ്ടെങ്കിലും ഞാൻ കൺസൾട്ട് ചെയ്യുന്ന 2 പേരായിരുന്നു. ഇവർ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ കാല് വെച്ചപ്പോൾ തൊട്ട് എന്നെ അഡ്വൈസ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ഞാൻ റീകളക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പബ്സ് മിസ് ചെയ്യാറുണ്ട്. പിന്നെ ഡി ബ്ലോക്ക് ഒരു വൈബായിരുന്നു. നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ, നമ്മുടെ എന്താ പറയുക ഓരോ സെലിബ്രേഷൻസ്, ജയില് ടോപ്പേഴ്സൊക്കെ വന്ന് ഇറങ്ങിയതൊക്കെ, A ബ്ലോക്ക് D ബ്ലോക്ക്, ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാനൊന്ന് പനി പിടിച്ച് കിടപ്പായിരുന്നു. എനിക്കതിന് മിസ് ചെയ്ത് പോയി. എന്തായിരുന്നു അത്, ചെണ്ടമേളം, ആൾക്കാരുടെ ഡാൻസ്. ക്രിസ്മസിന് താഴെ ഇറങ്ങിയതാ, മുടി പോലും കാണാനില്ലായിരുന്നു. അമ്മാതിരി പ്രോഗ്രാം ആയിരുന്നു. കുറെ ക്രിസ്മസ് നമ്മുടെ എൻട്രി ഒക്കെ എന്തായിരുന്നു പറയുന്ന, എന്താ പറയുക, ഞാൻ ഇപ്പോഴും അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാംസ് മെയിൻലി. പിന്നെ ഹോസ്റ്റൽ ലൈഫ്, ബ്രില്യൻ ഹോസ്റ്റൽ ലൈഫ്, കോളേജ് ഹോസ്റ്റൽ ലൈഫ് ഡിഫറൻസ് ഉണ്ട്. രണ്ടും നല്ലതാ, അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഇപ്പൊ ഗീതിക കുറെ കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയല്ലോ. ഇനി നമുക്ക് ചോദിക്കാം, ബ്രില്യന്റിലെ ഒരു കാര്യം നമ്മുടെ TDMCയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? പ്രദീപ് സാറിന്റെ ചിരി. ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഫാനാണ്. ഞങ്ങൾ ക്ലോസ് അപ്പ് എന്നാ വിളിക്കുന്നത് സാറിന്. ഇഷ്ടം പ്രദീപ് സാറിന്റെ ശരി, അതൊരു വല്ലാത്ത ഫീലാണ്. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ബ്രില്യന്റിൽ പഠിച്ചത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല ചേഞ്ച് ഉണ്ടായിട്ടുണ്ടല്ലേ? നല്ല പോലെ നമ്മുടെ പ്രൊഫഷണൽ ആണേലും എല്ലാ കാര്യത്തിലും, ക്യാരക്ടർ ആണേലും. ഇപ്പം നമുക്കറിയാം ഹോസ്റ്റലിലാണെങ്കിൽ ഇപ്പം ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ബ്രില്യന്റിലെ ഹോസ്റ്റലിലാണ്. അവിടെ നിന്നുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഇവിടെ വന്നിട്ടും നമുക്ക് ഹോസ്റ്റൽ ലൈഫുമായിട്ട് ഒന്ന് ഇടുക്കി ചേരാൻ പറ്റിയത്. അപ്പോ നിങ്ങളുടെ ലൈഫിലും എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടായി കാണാം ബ്രില്യന്റിൽ പഠിച്ചതുകൊണ്ട്. സോ വൈഷ്ണയോട് ഞാൻ ചോദിക്കാം, ബ്രില്യന്റിൽ പഠിച്ചുകൊണ്ട് നിന്റെ ലൈഫിൽ ഉണ്ടായ കുറച്ച് ചേഞ്ചസ് പറയൂ. ബ്രില്യന്റ് പഠിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിലുണ്ടായ ആദ്യത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ, അതും ഏറ്റവും വലിയ മാറ്റം TDMCയിൽ എനിക്ക് വരാൻ പറ്റി. ഇവിടെ കാല് കുത്താൻ പറ്റിയതിന് കാരണം ബ്രില്യന്റ് തന്നെയാണ്. പിന്നെ ഒരുപാട് മാറ്റം, ഞാനും ആദ്യമായിട്ട് ഒരു വീട് വിട്ട് മാറി നിൽക്കുന്നത് ബ്രില്യന്റിന്റെ ഹോസ്റ്റലിലാണ്. ഞാൻ എമറാൾഡിലാണ് പഠിച്ചത്. എനിക്ക് എൻ്റെ ഒരു വീട് തന്നെയായിരുന്നു അവിടെ. ഞാനും എൻ്റെ കുറേ കൂട്ടുകാരും. ഇപ്പൊ ഞാൻ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പലരും പല കോളേജിലാണ്. ഏറ്റവും വലിയ മാറ്റം ഇവിടെ വരാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. നമ്മളെല്ലാവരും മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ടാണ് എത്തുന്നത്. അപ്പൊ തന്നെ നമുക്ക്
കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ കുറെ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഡിസെക്ഷൻ ഹാള്, ലാബ്, പ്രാക്ടിക്കൽ, അസൈൻമെന്റ്, റെക്കോർഡ്. അപ്പോ ഇതുവരെയുള്ള നമ്മളുടെ മെഡിക്കൽ കോളേജ് ജീവിതത്തിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യം അതെന്താന്ന് ഫൈറൂസ് ഒന്ന് ഷെയർ ചെയ്യാവോ? എന്റെ വീട്ടില് അങ്ങനെ ഡോക്ടേഴ്സ് വലുതായിട്ട് ആരുമില്ല. ഞാനാണ് അപ്പം ഫസ്റ്റ് ഡോക്ടർ എന്ന് എനിക്ക് പറയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫീൽഡിനെ പറ്റി വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഒന്നും അറിയാതെ തന്നെയാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. TDMCയിലോട്ട് കയറി വരുന്നതെന്ന് പറയുന്നത് തന്നെ ഫുള്ളൊരു സസ്പെൻസോടാണ് കയറി വരുന്നത്. ഇനി എന്തുവാണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയോടെയൊക്കെയാണ് കയറി വരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പം ആദ്യം നമ്മുടെ വൈറ്റ് കോട്ട് സെറമണി ഉണ്ടായിരുന്നു, പിന്നെ ഡിസെക്ഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു പ്രത്യേക ഫീലായിരുന്നു. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഡിസെക്ഷൻ. എനിക്ക് അറിയത്തില്ല, ഞാൻ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഒരു ക്യൂരിയോസിറ്റിയും എല്ലാം കൂടെ നിറഞ്ഞ ഒരു ഇമോഷൻ ആയിരുന്നു അത്. പിന്നെ ഇവിടുത്തെ ഫ്രണ്ട്സ് എനിക്ക് നമ്മുടെ ബ്രില്യൻറ്റിൽ നിന്ന് വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ കുറേ ഫ്രണ്ട്സ്, ബ്രില്യൻറ്റിൽ പഠിച്ച ഒരുപാട് കൂട്ടുകാരെ എനിക്കിവിടെ കാണാൻ പറ്റി. അതിലാണ് ഞങ്ങളുടെ ബാച്ച് റപ്പായ നികിത, അവളെൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അവിടെ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു അവരെല്ലാം ഇവിടെ കണ്ടപ്പം, എൻ്റെ കൂടെ കണ്ടപ്പം. അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരും പലയിടത്തും, കോഴിക്കോടും തിരുവനന്തപുരവും മെഡിക്കൽ കോളേജിലെല്ലാം കയറിയിട്ടുണ്ട്. അതിലെല്ലാം നല്ല സന്തോഷമുണ്ട്. ഫൈറൂസ് നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഇതുവരെയുള്ള മെഡിക്കൽ കോളേജ് ജീവിതത്തിൽ ഹണിക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം? മെഡിക്കൽ കോളേജ് ലൈഫിൽ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഫസ്റ്റ് ടൈം ഹോസ്റ്റലിൽ നിൽക്കുന്നത്. പിന്നെ ആ ഹോസ്റ്റൽ ലൈഫ്, പിന്നെ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, അതെല്ലാം ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. കേരളത്തില് ഇഷ്ടംപോലെ മെഡിക്കൽ കോളേജുകളുണ്ട്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർക്കൊക്കെ കുറയുമ്പോൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ടാബിൽ നമുക്ക് മോട്ടിവേഷൻ തരുന്ന കുറെ വീഡിയോസ് ഇടാറുണ്ട് ബ്രില്യൻറ്റില്. അപ്പൊ നമ്മൾ ആ സമയത്ത് ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ അതൊക്കെ കണ്ടിട്ടായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ സമയത്ത് ഇവർ ആലപ്പുഴയിൽ പോയ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഞാനത് ബ്രില്യൻറ്റിന്റെ ഹോസ്റ്റലിൽ നിന്നാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ഓർക്കുമോ, അടുത്ത വർഷം ഇവിടെ ഒരാളായിട്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന് നമ്മളത് ആഗ്രഹിച്ചു. ഈ സമയത്ത് നിൽക്കാൻ പറ്റി, അതിലൊത്തിരി സന്തോഷം. അപ്പൊ ബ്രില്യൻറ്റ് ഇതിനു മുമ്പ് കുറെ മെഡിക്കൽ കോളേജിൽ പല വർഷങ്ങളായിട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് നമ്മുടെ കോളേജിനെ വ്യത്യസ്തമാക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, എന്തായാലും ഉണ്ടാകും ഉറപ്പായിട്ടും. സോ അത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ സജിത് സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മൾ ഇതിന് തൊട്ട് മുമ്പ്, ഇവിടെ വരുന്നതിന് മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ആദ്യം പോയത്. അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ കഴിഞ്ഞു, ഇപ്പോഴാണ് ആലപ്പുഴയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആലപ്പുഴയിലേക്ക് എത്തുമ്പോഴുള്ള ആദ്യം ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ കോളേജ് ലൈഫ് മിസ് ചെയ്ത ഒരു കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ആ ഒരു വൈബ് തന്നെയാണ് ഈ ആലപ്പുഴയെ ബാക്കിയുള്ള എല്ലാ കോളേജുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ അവിടെയുള്ള മിടുക്കരായുള്ള സ്റ്റുഡൻസ് തന്നെയാണ്, അതുപോലെ തന്നെ മിടുക്കരായ ആൾക്കാർ തന്നെയാണ് നിങ്ങളെല്ലാ ആൾക്കാരും. പക്ഷേ നിങ്ങളുടെ വൈബിനെ കുറിച്ച് നമുക്ക് എന്താ പറയുക, എടുത്ത് തന്നെ പറയണം. പിന്നെ മറ്റൊരു കാര്യം എന്നുള്ളത്, ഇതിലിപ്പം പല ആൾക്കാരെയും പല പരിചിതമായിട്ടുള്ള മുഖങ്ങൾ ഇവിടെ കാണാൻ പറ്റി. അപ്പോൾ അതിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പോൾ മോഡൽ എക്സാമിൻ്റെ ടൈമിലൊക്കെ ഒരുപാട് ടെൻഷനോടുകൂടി അവിടെ ആ ഒരു ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാം ടൈം കഴിച്ചു കൂട്ടിയ ഒരുപാട് ആൾക്കാർ, അവർ ഇന്ന് അവരുടെ എന്താ പറയുക ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലൂടെ കടന്നു പോകുന്നൊരു കാഴ്ച. ആ കാഴ്ചയാണ് ഇപ്പം ഏറ്റവും അധികം മനസ്സ് നിറയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിലിപ്പോൾ എക്സാമ്പിൾ പറയാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ അവിടെ ഇരിക്കുന്ന കൃഷ്ണകൃപ, പിന്നെ കീർത്തന, ശരിയല്ലേ? ഇവരൊക്കെ അന്നേരം ആ മോഡൽ എക്സാം ടൈമിൽ ഒരുപാട് ആർക്കും സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ ഇവരുടെ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ കുറച്ച് കൂടുതലായിരുന്നു. പക്ഷേ ഇവിടെ അവർ എന്ന് ചിരിക്കുന്ന ആ ഒരു എന്താ പറയുക, മനസ്സ് നിറഞ്ഞ് ചിരിക്കുന്ന ആ ഒരു മുഖം, അത് തന്നെയാണ് ഇവിടെ വന്നപ്പോൾ കിട്ടുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ഇനി നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാവുന്ന കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാലോ? റെഡിയാണോ? ഫ്രഷേഴ്സ് ഡേ എക്സ്പീരിയൻസ് ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞ. അമേസിങ്, അൺഎക്സ്പെക്ടഡ്. നമ്മൾ പൊളിച്ചടിക്കുന്നുള്ളതാണ്. ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. വൈകോട്ടിട്ടപ്പോ തന്നെ സന്തോഷമായിരുന്നു. അടിപൊളി. ഇനി നമ്മുടെ TDMCയിൽ കുറെ സീനിയേഴ്സ് ഉണ്ട്, അവരെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോരട്ടെ. സീനിയേഴ്സ് നല്ല വൈബാണ്, സപ്പോർട്ടാണ്, നമ്മളെ മെന്ററാണ്, എല്ലാത്തിനും ഒടുക്കത്തെ സപ്പോർട്ട് തരുന്ന സീനിയേഴ്സ് ആയി ഇവിടെ ഉള്ളത്. TDMC സീനിയേഴ്സ് അടിപൊളി. സീനിയേഴ്സ് വൈബാണ്, ഒന്നും പറയാനില്ല. ഫ്രഷേഴ്സ് ഡേ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവർ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവർ എഫേർട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ ബ്രില്യൻറ്റില് എൻട്രൻസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കാണും. അതുകൊണ്ടാണ് നമ്മൾ പലരും ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അതേ ശീലം ഇപ്പോഴും തുടർന്ന് വരുന്നുണ്ടെങ്കിൽ അതിലൊരു ശീലം ഷെയർ ചെയ്യാവോ? ലെക്ചർ നോട്ടൊക്കെ എഴുതും,
അത് ബ്രില്യൻ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തതാ. പണ്ട് സ്കൂളിലാവുമ്പോ ടീച്ചേഴ്സ് പറഞ്ഞു തരുമല്ലോ, ബ്രില്യൻ്റ് നമ്മള് ലെക്ചർ നോട്ട് ചെയ്തു. അങ്ങനെ ബ്രില്യന്റിൽ തുടങ്ങി കണ്ടിന്യൂ ചെയ്തു പോയ ശീലങ്ങളാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. ഇനി എൻട്രൻസ് എന്ന് പറഞ്ഞ കുറെ സാക്രിഫൈസസ് നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ. ആ സാക്രിഫൈസ് ചെയ്ത ശീലം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? സോഷ്യൽ മീഡിയ ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പം എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് ഇപ്പൊ ഫുൾ ആക്റ്റീവ് ആണ്. ബ്രില്യൻ്റ് വന്നതിന് ശേഷം ഞാൻ ഉറക്കം ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സുമായിട്ടുള്ള ടൈം ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആന്റി സോഷ്യൽ ആവാൻ കുറെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും അതൊക്കെ ഒന്ന് മാറ്റി വന്നത് കോളേജ് വന്നതിന് ശേഷമാണ്. ഇനി നമുക്ക് കുറച്ച് ഇപ്പം ബ്രില്യന്റി പരിചയപ്പെട്ട അതേ ഫ്രണ്ട്സ് തന്നെ നമുക്ക് ഇപ്പോൾ TDMC വന്നിട്ടും കിട്ടിയിട്ടുണ്ടല്ലേ. സോ ഇവിടെ TDMC വന്നതിന് ശേഷം നിങ്ങൾക്ക് ബ്രില്യന്റിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ ഫ്രണ്ട് ആരാ പറയുന്നേ? എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അമലാട്ട് നല്ല കമ്പനിയായിരുന്നു. വേറെ ബാച്ച് ആണെങ്കിലും ഞങ്ങൾ പലപരവും പിന്നെ ക്യാൻറ്റീനിലൊക്കെ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോ ഒരേ ഹോസ്റ്റല് ചിലപ്പോ ഒരേ റൂം തന്നെ ഷെയർ ചെയ്ത ആൾക്കാർ ഇവിടെ പലരും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരൊന്ന് ഫ്രണ്ടിലോട്ട് വരാമോ? നമ്മൾ വൈറ്റ് ഹൗസ് ഗ്രാൻഡിൽ തന്നെ കുറെ പേരുണ്ട്, അല്ലാതെ ഹണികോംബിലും ഉണ്ടെന്ന് തോന്നുന്നു, എമറാൾഡിലും ഉണ്ട്. എല്ലാരും പോരെ? TDMCയിൽ ഞാൻ വന്നപ്പോഴത്തേക്കും ആദ്യം വന്നപ്പോ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ റൂംമേറ്റും റിസ്വാന എന്നാണ് കുട്ടിയുടെ പേര്. ആ കുട്ടി ഞാനും ഒരേ കോളേജിൽ തന്നെ എത്തിയെന്നുള്ളതാണ്. പക്ഷെ പിന്നീട് ആൾക്ക് ഹയർ ഓപ്ഷൻ കിട്ടി കോട്ടയത്തേക്ക് പോയി. എന്നാലും നമുക്ക് ഇത്രയും കുട്ടികളുണ്ടല്ലോ ഇവിടെ, അവരോട് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറയാം. സിന്ധുര. ഞാൻ ഹോസ്റ്റലിലായിരുന്നു പഠിച്ചത്. അപ്പോൾ എൻ്റെ റൂമിൽ 307C, ഇവള് 306, ഇവള് 308. നമ്മൾ ഒരേ ബാച്ച് ആയിരുന്നു. പിന്നെ ആലിയ, ഫാത്തിമ, ജമീന് വേറെ വേറെ ബാച്ച് ആയിരുന്നു. പക്ഷെ 4-5 പേരും ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. പിന്നെ ഇവരെന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ റൂമിന് പുറത്തേ കണ്ടിട്ടില്ല, ക്ലാസ്സിൽ പോകുമ്പോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഗൗരിയുടെ റൂമിന് പുറത്തേ കണ്ടിട്ടില്ല. ഇവളും പിന്നെ നമ്മൾ അടുത്തടുത്ത റൂമായിരുന്നു. പിന്നെ ഇന്ന് എത്നിക് ഡേയിൽ വന്നപ്പോഴാണ് ശരിക്കും ഗൗരി ഡാൻസ് കളിക്കും, ഇവള് പാട്ട് പാടുന്നു ഞാൻ അറിയണത്. ഇവരെ നമ്മൾ മെസ്സിലും കാണുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. പിന്നെ തുണി കളിക്കാൻ പോകുമ്പോൾ കാണുമായിരുന്നു. അപ്പൊ എല്ലാവരും ഇവിടെ അറിയുന്നവരെ കണ്ടപ്പോൾ നല്ല സന്തോഷമായിരുന്നു. ഞാൻ എമറാൾഡിലായിരുന്നു. എമറാൾഡിൽ ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇതില് വൈഷ്ണയും ഞാനും സെയിം ഫ്ലോർ ആയിരുന്നു. വൈഷ്ണനെ ഞാൻ കണ്ടിട്ടില്ല, അത് എപ്പോഴും പഠിക്കുന്ന, എപ്പോഴും ബുക്ക് പിടിച്ച് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഒരു തവണ ഇവളുടെ പ്രോഗ്രസ് കാർഡ് കണ്ടു. അപ്പം ഫുൾ A+. അപ്പൊ ഞാൻ ഇംപ്രസ്ഡ് ആയി, അങ്ങനെ ഫാനായി വൈഷ്ണയുടെ. അങ്ങനെയാണ് വൈഷ്ണനെ എനിക്ക് അറിയുന്നത്. വൈഷ്ണയായിട്ട് ഞാൻ അത്ര കമ്പനി ആയിരുന്നില്ല, ഇവിടെ വന്നതിന് ശേഷം കമ്പനി. പിന്നെ ഫാത്തിമയും ഞാനും സെയിം ക്ലാസ്സിൽ, സെയിം ബെഞ്ചിൽ, സെയിം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ഇവളുടെ കൂടെ തന്നെ സെയിം കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ 3rd അലോട്ട്മെന്റിലാണ് ഇവിടെ വന്നത്. എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ നടന്നു. പിന്നെ ഗംഗ, പിന്നെ ഫയറോസ്, ഞങ്ങൾ 4 പേരാണ് എമറാൾഡിൽ ഉണ്ടായിരുന്നത്. ഇവരൊക്കെ അറിയാമായിരുന്നു, പക്ഷെ ഇവിടെ എത്തിയതിന് ശേഷമാണ് ആര്യ, സോറി മറന്നുപോയി, പിന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവര് ഇവിടെ എത്തിയ പിന്നെയാണ് ഇത്ര കമ്പനി ആയത്. ഞാൻ ആക്ച്വലി നമ്മുടെ ഓറിയന്റേഷൻ ടൈമിൽ രശ്മി ആബ്സെന്റ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. രശ്മി എൻ്റെ റൂംമേറ്റ് ആണ് ആയിരുന്നു. രശ്മിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ കുറെ ഫൺ എലമെന്റ്സ് കുറെ ഉണ്ട്. അതില് ഇടയ്ക്ക് ഈ രശ്മി അപ്രത്യക്ഷയായിരുന്നു. ഈ ഓപ്പോസിറ്റ് റൂംസിലൊക്കെ രശ്മി ബാച്ച്മേറ്റ്സ് R31. ഞാൻ നോക്കുമ്പോൾ ഇടയ്ക്ക് അവിടെയൊക്കെ ഒരു ഡാൻസും കൂത്തും വേറെ രൂപത്തിലൊക്കെ കൃഷ്ണന് രാധയൊക്കെ ആയിട്ട് ഡോറൊക്കെ നിൽക്കുന്ന ആളാണ്. പിന്നെ ഞങ്ങൾ ഒരേ മ്യൂസിക് ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ ബേസിക് പരിപാടി ഈ പഠിക്കാൻ വന്നാണെങ്കിലും ഇടയ്ക്കൊക്കെ പാട്ട് കേട്ട് ഇങ്ങനെ നടക്കുന്നതായിരുന്നു. സോ നമ്മൾ ബ്രില്യന്റിലെയും TDMCയിലെയും കുറെ മധുരമായ ഓർമ്മകളൊക്കെ പങ്കിട്ടു. അപ്പോ അത് കഴിഞ്ഞ് നമുക്ക് മധുരമായിട്ടുള്ള കേക്ക് കട്ടിംഗ് സെറമണിയിലോട്ട് ബ്രില്യൻ ഫാമിലിയിലെ നമ്മുടെ സ്വന്തം ടീച്ചർമാരെ ക്ഷണിക്കാം. നമ്മള് കേക്ക് കഴിച്ച് സന്തോഷമായിട്ടിരിക്കുമല്ലേ? അപ്പം ഇരട്ടി മധുരം പോലെ നിങ്ങളുടെ കൂട്ടത്തിൽ നന്നായിട്ട് പാട്ട് പാടുന്നവരുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒന്നായിട്ട് വരിക വന്നേ.
നമ്മുടെ TDMസിലെ ചുണക്കുട്ടികളുടെ ഒരു കിഡിലൻ ഡാൻസ് പെർഫോമൻസ് ആണ് ഈ വരുന്നത്. എല്ലാവരും ഒന്ന് വരുന്നേ.
ആരും എടുത്തിട്ടില്ലല്ലോ. ഞാൻ ഒരു ഫസ്റ്റ് കാര്യം പറയട്ടെ, ഈ ന്യൂ ഇയറിന് ഒരു പരിപാടിയും കിട്ടാതെ കംപ്ലീറ്റ് നെഗറ്റീവ് വിളിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അന്നേരമാണ് ഇവരെ ഈ പരിപാടി കളിച്ചത്. ഇതുപോലൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ ഈ ലൈഫിൽ ഉണ്ടാവില്ല. താങ്ക് യു. And once again, TDMC, you're just amazing. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.